ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് പരീക്ഷ അടുത്തെത്താറായി. സോ നിങ്ങൾ ടെൻഷൻ ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനൊന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് ഗൈസ് അർത്ഥം. അപ്പം ഇപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിച്ചോളൂ, പക്ഷേ നിങ്ങൾ അമിതമായി ടെൻഷൻ അടിക്കരുത്. ഓക്കെ, ലൈക്ക് സ്വാഭാവികമാണ്, നമുക്ക് എക്സാം ഒക്കെ അടുക്കാറായപ്പം നമുക്ക് നമ്മുടെ മാർക്ക് എത്രയായി, നമ്മുടെ മോക്ക് ടെസ്റ്റൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് മോക്ക് ടെസ്റ്റ് എഴുതണം. ആൻഡ് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് എൻ്റെ റാങ്ക് വെച്ച് മാർക്ക് നോക്കിയിട്ട് എൻ്റെ റാങ്കും മാർക്കും ഒക്കെ വരുമ്പം നമ്മൾ കമ്പയർ ചെയ്യും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ മോക്ക് ടെസ്റ്റിലെ മാർക്കും റാങ്കും ഒക്കെ നിങ്ങൾ കളഞ്ഞു വയ്ക്കുക. ലൈക്ക് ദേ ആർ നോട്ട്, അത് വെച്ചിട്ട് നമുക്ക് റിയൽ എക്സാമിന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ബ്രില്യൻ്റ് മോക്ക് ടെസ്റ്റ് എഴുതുവാണെങ്കിലും അതിൽ കീം കുറേ പേര് എഴുതും, അത്രയും പേര്, അതിൻ്റെ പകുതിയോളം പേരും റിയൽ കീം എക്സാം എഴുതുന്നില്ല. ഓക്കെ, ബിക്കോസ് ലൈക്ക് അവർക്ക് ജെഇ കിട്ടിയിട്ടുണ്ടാവും, ജെഇയുടെ സെഷൻ അവർ നല്ലപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചുമ്മാ വന്നിട്ട് മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് എഴുതുന്നതായിരിക്കും. ഓക്കെ, അതിൽ പിന്നെ എനിക്കൊക്കെ 50 കിട്ടേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങളിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് എന്തായാലും എഴുതണം. അതിലിപ്പോൾ 100 മാർക്ക് കിട്ടിയാലും ശരി, അത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നത്. 100 മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ശരിക്കും കീം എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ പോകാൻ. കാരണം 100 മാർക്ക് കിട്ടിയ താങ്കൾ എല്ലാ ദിവസവും വന്നിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് എഴുതും. മോക്ക് ടെസ്റ്റിന് വളരെ കുറച്ച് മാർക്ക് കിട്ടുന്നുള്ളെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും എഴുതുന്നുണ്ടല്ലോ. ദാറ്റ് ഇസ് എ പോയിന്റ്. എല്ലാ ദിവസവും എഴുതണം. മാർക്ക് വളരെ കുറവാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വന്ന് മോക്ക് ടെസ്റ്റ് എഴുതണം, നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഈ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് മാക്സിമം ശ്രമിക്കുക, ലൈക്ക് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാം. ബട്ട് ഒബ്വിയസ്ലി ടൈമിൽ കംപ്ലീറ്റ് ആകാൻ പോകുന്നില്ല. കാരണം ഫോർ ഒബ്വിയസ് റീസൺ, കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇച്ചിരി ടൈമുള്ളൂ, ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഞാൻ പറയട്ടെ, എക്സാം തുറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചടപടന്ന് കെമിസ്ട്രി എഴുതി തീർത്തോളം. കെമിസ്ട്രി നിങ്ങൾ മാക്സിമം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളാകണം. പക്ഷേ അത് ഒബ്വിയസ്ലി പോസിബിൾ അല്ല. സോ 30 മിനിറ്റ്സ് മാത്രമേ നിങ്ങൾ കെമിസ്ട്രിക്ക് കൊടുക്കാവുള്ളൂ. പിന്നെ മാത്സിന് നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം കൊടുത്തു. ഫിസിക്സ് നിങ്ങൾ ലാസ്റ്റ് എഴുതിയാൽ മതി. ആൻഡ് മാത്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിസിക്സ് എഴുതുന്നത്. പക്ഷേ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കണ്ടിരിക്കണം. ഓക്കെ, ലൈക്ക് നിങ്ങൾക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾക്കിത് അറിയത്തില്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പിന്നീട് വിചാരിക്കുക, എന്നെക്കൊണ്ട് ഇത് പറ്റും, പക്ഷേ എനിക്കിത് ടൈം എടുക്കും, അത് ലീവ് ചെയ്യാം, ലാസ്റ്റത്തേക്ക് വയ്ക്കാം. പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാം. ആൻഡ് കുറച്ച് സമയം എടുക്കും എന്ന് തോന്നുന്നത് ലാസ്റ്റത്തേക്ക് വയ്ക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം, താഴെ വെച്ചിട്ടുണ്ട്. അതിൽ നോട്ട്സ് കിട്ടും, ജെയുടെയും കീമിൻ്റെയും നോട്ട്സ് കിട്ടും. ബൈ.